JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളുടെ LD ക്ലർക്കിന്റെ പരീക്ഷ കഴിഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് പ്രീവിയസ് ഇയർ 2022 നടന്ന പരീക്ഷയുടെ അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. അതോടൊപ്പം തന്നെ 2022 കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വന്നിട്ടുള്ളതെന്നും അതോടൊപ്പം തന്നെ നമുക്ക് പ്രധാനമായിട്ടും പരിശോധിക്കേണ്ടത്, അതായത് ഒന്നാമത്തെ റാങ്ക് കിട്ടുന്ന ഉദ്യോഗാർത്ഥിക്കും അതുപോലെ തന്നെ ലാസ്റ്റ് അഡ്വൈസ് പോയേക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ച മാർക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര മാർക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് ജോലി ഉറപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് എത്ര വർഷം എടുക്കും, നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് കാര്യമില്ല, എത്ര വർഷം എടുത്താൽ നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണയിൽ എത്താൻ സാധിക്കും. അപ്പോൾ 2022 റാങ്ക് ലിസ്റ്റിലെ മാർക്ക് കൃത്യമായിട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ 2018 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എന്നാൽ 2022 അഡ്വൈസ് ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ 2022 കട്ട് ഓഫ് മാർക്കുകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എങ്കിലും റാങ്ക് മാർക്കിനെ സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 2018 മാർക്കാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് പത്തനംതിട്ട ജില്ല എടുക്കാം. പത്തനംതിട്ട ജില്ല എടുത്താൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 52 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഡേറ്റ് ഓഫ് എക്സാം താഴെ നമുക്ക് അഡ്വൈസ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അല്ലെ. പത്തനംതിട്ട ജില്ലയിലെ അഡ്വൈസ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ അഡ്വൈസ് ഡീറ്റെയിൽസ് അനുസരിച്ച് 452 ടോട്ടൽ അഡ്വൈസ് നടന്നിട്ടുണ്ട്. എത്രയാണ്? 452 ആണ് ടോട്ടൽ അഡ്വൈസ് പത്തനംതിട്ട ജില്ലയിൽ. അപ്പോൾ അതിന്റെ ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 5/8/2024 അതുപോലെ തന്നെ ഇതിന്റെ ഡേറ്റ് ഓഫ് എക്സാം 1/8/2022, അതായത് 2 വർഷം കഴിഞ്ഞു ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട്. അപ്പോൾ അതിന്റെ അകത്ത് പത്തനംതിട്ട ജില്ലയിലെ ഫസ്റ്റ് റാങ്കിന്റെ മാർക്ക് എന്ന് പറയുന്നത് 71.67 ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് എന്ന് പറയുന്നത് 55.67 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കട്ട് ഓഫ് മാർക്കിനേക്കാളും 3.67 മാർക്ക് കൂടുതൽ കിട്ടിയ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 2 വർഷം വേണ്ടി വന്നു നിയമനം ലഭിക്കാൻ എന്ന് ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പ് മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ആദ്യത്തെ 100 റാങ്കിൽ ഉള്ളിൽ വരികയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ജോലി ലഭിക്കും. ഇപ്പോൾ 452 അഡ്വൈസ് നടന്നപ്പോൾ ഏകദേശം 2 വർഷം എടുത്തു 452 അഡ്വൈസ് നടക്കാൻ. അപ്പോൾ ആദ്യത്തെ 100 റാങ്ക് വരികയായിരുന്നെങ്കിൽ നമുക്ക് ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ നമുക്ക് ജോലി ലഭിച്ചേനെ. അപ്പോൾ ഉദ്യോഗാർത്ഥികള് വെറുതെ റാങ്ക് ലിസ്റ്റിൽ വരുന്നതിന് വേണ്ടി മാത്രമല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്, റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് റാങ്കിൽ എത്താൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ പരിശ്രമിക്കണം എന്നാണ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് പത്തനംതിട്ട ജില്ലയിലെ ലിസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത നോക്കാം. അടുത്ത ജില്ല തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 55.33 ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതിന്റെ ടോട്ടൽ അഡ്വൈസ് 646 ആണ് ടോട്ടൽ അഡ്വൈസ്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്താണ്? 23/7/2024 അനുസരിച്ചാണ്. അപ്പൊ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന 1/8/2022 അപ്പോൾ എത്ര വർഷം എടുത്തു? 2 വർഷമായപ്പോൾ എത്ര അഡ്വൈസ് ആണ് ടോട്ടൽ പോയത്? 646 അഡ്വൈസ് ആണ് ആകെ ഈ തൃശ്ശൂർ ജില്ലയിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് മാർക്ക് എന്ന് പറയുന്നത് 81 ആണ്. ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് എന്ന് പറയുന്നത് 73 ആണ്. കട്ട് ഓഫ് മാർക്കിനേക്കാളും ഏകദേശം 18 മാർക്കോളം വ്യത്യാസം ഉണ്ട്. അപ്പോൾ ആ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമുക്ക് ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നിയമനങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് കട്ട് ഓഫ് മാർക്ക് വന്നാൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും എന്ന് ഉള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് വെറുതെ
റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുമ്പോൾ അത് ക്യാൻസൽ ആയി പോകുന്നതിനല്ല ഓരോ ഉദ്യോഗാർത്ഥിയും പരിശ്രമിക്കേണ്ടത്. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുകയും ടോപ്പ് റാങ്കിൽ എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നിയമനം ലഭിക്കുകയുള്ളൂ, അല്ല ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ വെറുതെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഈ തൃശ്ശൂർ ജില്ലയിലെ കട്ട് ഓഫ് മാർക്കും നിയമനങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കാം. അടുത്ത കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് 51.33 ആണ് അല്ലെ. ഫസ്റ്റ് റാങ്ക് മാർക്ക് എന്ന് പറയുന്നത് 84.67 ആണ്. ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് 56.33 ആണ്. അതിന്റെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ ടോട്ടൽ അഡ്വൈസ് എത്രയാണ്? 253. 1/8/2022 അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഇപ്പോൾ 12/8/2024 ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 വർഷത്തിന് മുകളിലായി റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അല്ലെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കട്ട് ഓഫ് മാർക്ക് അച്ചീവ് 51.33 കരസ്ഥമാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് ജോലി കിട്ടാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അല്ലേ. കാരണം വെച്ചാൽ ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് 56.33 ആണ്. 5 മാർക്കോളം വ്യത്യാസമുണ്ട്. അപ്പോൾ അത്രയും 5 മാർക്ക് വ്യത്യാസത്തിൽ പോലും ഇതുവരെ 253 നിയമനങ്ങൾ മാത്രമാണുള്ളത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. അപ്പോൾ അടുത്ത ലിസ്റ്റ് ഇപ്പോൾ പുതിയ പരീക്ഷ നടന്നു. അപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം 3 വർഷമാണ് കാലാവധി എന്ന് ഞാൻ പറഞ്ഞു. പ്രസ്തുത റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതിന് 6 മാസം മുമ്പ് പുതിയ നോട്ടിഫിക്കേഷൻ വരികയും റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുന്നതിന് പിറ്റേ ദിവസം പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് PSCയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി നമുക്ക് ഏകദേശം 1/8/2022 ആയതുകൊണ്ട് 1/8/2025 പ്രസ്തുത റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. അപ്പോൾ അത് കഴിഞ്ഞാണ് പുതിയ റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം 1 വർഷത്തോളം കഷ്ടിയാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ നിയമനങ്ങൾ നടന്നാൽ മാത്രമേ കട്ട് ഓഫ് മാർക്ക് കൃത്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം വെറുതെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പുറത്തു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സാഹചര്യമാണ് നിലവിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ മത്സര പരീക്ഷകൾ, നമ്മുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മത്സര കാലഘട്ടമാണ്. പ്രസ്തുത മത്സര കാലഘട്ടങ്ങളിൽ നന്നായിട്ട് പരിശ്രമിച്ച് ഉയർന്ന മാർക്ക് മേടിച്ച് ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കണം. ഇനിയും അടുത്ത ഘട്ടങ്ങളിലൊക്കെ നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ കൂടുതൽ നന്നായിട്ട് പരിശ്രമിച്ച് മാർക്കുകൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.